അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ മദീന ജേണൽ എന്ന് പറഞ്ഞ ഒരു പുതിയ ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ചാനൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്, എന്തെല്ലാം അറിവുകളാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഖുലാസ, ഒരു ചുരുക്കമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ അജ്മൽ ഫൗസാനുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ പുതിയ ചാനൽ വന്നു, അതിൻ്റെ പുതിയൊരു ഇൻട്രോ പോലെ ഒരു വീഡിയോ വന്നു. അങ്ങനൊരു എന്താ പറയുക, മദീനൻ്റെ ചരിത്രവും അതുപോലെ എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ കുറേ ആളുകൾ ചാനൽ ഫോളോ ചെയ്തിട്ടൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വലിയ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഇന്ന് മദീനയിൽ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ചുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ മനസ്സിലേക്ക് ഉയർന്നു വന്നൊരാശയമാണ് മദീനയെ അതിൻ്റേതായ പൾസിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുക. മദീനയുടെ അറിവുകൾ, മദീനയുടെ ചരിത്രങ്ങൾ, മദീനയുടെ വിശേഷങ്ങൾ, മദീനയുടെ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ, അവരുടെ വിശേഷങ്ങൾ, മദീനയുടെ സ്പന്ദനങ്ങൾ എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എത്തിക്കുക എന്നുള്ളത്, അപ്ഡേറ്റ്സുകൾ ആളുകളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ പല ചരിത്രങ്ങളൊക്കെ പല ആളുകളും മദീനൻ്റെ മദീൻ്റെ മുസ്നബയിലും ഖുബ വഹദിലൊക്കെ ഒന്ന് ചരിത്രം പറയുമ്പോൾ അതിലൂടെ തെറ്റായ ചില അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും 2-3 വ്ളോഗർമാർ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരിൽ പലരും വളരെ തെറ്റായ ചരിത്രങ്ങൾ, ഇപ്പോൾ ഈവൻ ഞാനിപ്പോൾ ഈ അടുത്തൊരു മദീനയിലെ കിണറുകൾ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെയാണല്ലോ. ഒരുപാട് പ്രസിദ്ധമായ കിണറുകളുണ്ട്, റൂമ പോലെ, ഖർസ്, അങ്ങനെ. അപ്പോൾ അതിലൊരു കിണറിനെ പറ്റിയുള്ള ഒരു മൗദൂആയ ഹദീസ് ഒരു മലയാളിയായ ആൾ തന്നെ, മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഹദീസ് എന്ന് പറയാൻ പറ്റില്ല, മൗദൂആയ ഒരു വാചകം, അതായത് പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് എന്ന് ഉറപ്പുള്ളതാണ് മൗദൂ എന്ന് പറയാം, കെട്ടിച്ചമച്ച ഹദീസ്. അപ്പോൾ അത് ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയുന്ന അത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഇപ്പോൾ ഉഹുദിൻ്റെ പരിസരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ വന്നത് എല്ലാ ഭാഷയിലുള്ള ആളുകൾ, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. വേറെ പലരും മറ്റു പലതും അങ്ങനെ കേട്ട് വന്ന കുറേ കഥകളൊക്കെ അതേപടി ഉദ്ധരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പലതും ഇവിടെ റസൂൽ അത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അത് ചെയ്തിട്ടുണ്ട്, ഇത് വലിയ മഹത്വമുള്ളൊരു സ്ഥലമാണ്, ഇവിടെ അതുണ്ട് എന്നൊക്കെ ആളുകൾ ഇപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ സ്വീകരിക്കണം. പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് ഉംറക്കൊക്കെ വരുന്ന ആളുകൾ, അവർ ഒരു ജീവിതത്തിലെ ഒരു ഭയങ്കര വലിയൊരു അഭിലാഷം എന്നുള്ള നിൽക്കാൻ അവർ വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ ഇതൊക്കെ അവർ വിശ്വസിക്കുകയും ചെയ്യും, ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് സത്യം. അപ്പോൾ അതൊക്കെ ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്താണ് ഇപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ഒരു 2 മാസം മുമ്പ് മസ്ജിദുൻ നബവിയിലെ തന്നെ അധ്യാപകനായ ഷെയ്ഖ് ത്വയ്യിബ് അഹമ്മദ് ഷൻഖീത്തി എന്ന് പറയുന്ന ഒരു ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ മദീനയിലെ ചരിത്ര സ്ഥലങ്ങളുടെ ഒരു കോഴ്സ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സ് നമുക്ക് പങ്കെടുക്കാൻ അൽഹംദുലില്ലാഹ് നമ്മളൊരു 4-5 വിദ്യാർത്ഥികൾ ഒരുമിച്ച് പോയി പങ്കെടുത്തിരുന്നു. അതിന് ഭാഗ്യം കിട്ടി. അപ്പോൾ അതുകൂടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെട്ടത്. മദീനയിലെ മസ്ജിദുൻ നബവി തന്നെ ഒരുപാട് വലിയ ചരിത്രങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇതിന് ചുറ്റും മദീനയിൽ തന്നെയുള്ള മലകൾ, നേരത്തെ പറഞ്ഞ പോലെ കിണറുകൾ, പള്ളികൾ, സ്ഥലങ്ങൾ, ഇതൊക്കെയും അതിൻ്റെ ശരിയായ സ്വഹീഹായ ചരിത്രം അത് ജനങ്ങൾക്ക് അറിയുക എന്നൊരു ലക്ഷ്യത്തിൽ കൂടി നമ്മൾ ഈ മദീന ഒരു ജേണൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ആലിമുൽ മദീന ഒരുപാട് നമ്മളൊക്കെ ഉംറക്കൊക്കെ വരുമ്പോൾ മസ്നബിന് അപ്പുറം ഖുബ, വഹദ്, ബദർ, ഖന്തഖ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോകുന്നു. ഒരുപാട് ചരിത്ര പ്രദേശങ്ങൾ നമുക്ക് പോവാണ്ട്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാണ്ട്, മനസ്സിലാക്കാണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. പല നിലക്കും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മദീന യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്ന. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് എല്ലാം വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി, അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ പ്രൊസീജിയേഴ്സ്, ഇവിടെ പല നിലക്ക് ഹറമിൽ പഠിക്കാനുള്ള, ഹറമിൽ ഉള്ളിലുള്ള കോളേജുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ, മദീന യൂണിവേഴ്സിറ്റി, ത്വയ്ബ യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലാതെ പള്ളികളിൽ പലതരത്തിലുള്ള പഠന സംരംഭങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ, അഡ്മിഷൻ, മറ്റു കാര്യങ്ങൾ, പ്രൊസീജിയർ, ഇവിടുത്തെ കുട്ടികളുടെ അനുഭവങ്ങൾ, ഇതൊക്കെ അറിയിക്കുക എന്നൊരു ലക്ഷ്യം. അങ്ങനെ മദീനയിലെ നമ്മളൊരു വിദ്യാർത്ഥിയുടെ ഒരു പൾസും മദീനയുടെ ചരിത്രവും എല്ലാം കൂടി ചേർന്നൊരു സംഭവമായിട്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് മദീന ജേണൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടിന് വേണം. ഇൻഷാ അല്ലാഹ് മദീനയുടെ ഓരോ പൾസും നമുക്ക് അടുത്തറിയാം.
ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.